സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 14ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമരത്തിന് പിന്തുണയുമായി മഹിളാ കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം സമരത്തിന് CPI അടക്കം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റിൽ നിന്ന് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, 2 ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ആശാവർക്കർമാരുടെ സമരം. പക്ഷേ പലയിടത്തു നിന്ന് അവർക്ക് ധാരാളം പിന്തുണ ലഭ്യമാകുന്നുണ്ടെങ്കിൽ പോലും ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരിപ്പോഴും ഉള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സാജിദ്, സമരം എങ്ങനെ പുരോഗമിക്കുന്നു? ജിൽസി, ആശാവർക്കർമാരുടെ സമരം 2 ആഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു. പലതരത്തിലുള്ള പിന്തുണകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ചെറുതും വലുതുമായ പിന്തുണകൾ, അത് രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ സംഘടനകളുടെയും പിന്തുണ മാത്രമല്ല, ഓരോ വ്യക്തികളുടെ പിന്തുണ കൂടിയുണ്ട്. ഞങ്ങളിവിടെ ലൈവിനായി നിൽക്കുമ്പോൾ അത്തരം ഒരു കാഴ്ച കണ്ടു. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ബോബിയാണ്. അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹം ഒരു ചെറിയ പൊതി, അത് പണമാണെന്ന് തോന്നുന്നു, ഈ ആശാവർക്കർമാർക്ക് കൈമാറി. താങ്കൾ ഇങ്ങനെ ആശാവർക്കർമാർക്ക് ഇങ്ങനെ ഒരു കുറച്ച് പണം നൽകാൻ തീരുമാനിക്കാൻ കാരണം എന്താ? അല്ല, ഞാനും കുറേ 2 ആഴ്ചയായിട്ട് TV ക്കകത്തെല്ലാം നമ്മളിത് സമരത്തെപ്പറ്റി അറിയുന്നുണ്ട്. അത് തികച്ചും ന്യായമായിട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഡോക്ടറാണ്. ഡോക്ടർ ബോബൻ തോമസ് കോട്ടയത്ത് കാരിത്താസ് ഹോസ്പിറ്റലും തിരുവനന്തപുരത്ത് SP-യിലുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ന്യായമായിട്ടുള്ളൊരു കാര്യം. കാരണം കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഇവരെ ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം നമ്മളും ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മളും കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിലേക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് എത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തവർക്ക് അവരുടെ ഒരു ക്രൈസിസ് പീരീഡിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. അതിനകത്ത് നമ്മൾ മാറി നിന്നിട്ടൊന്നും കാര്യമില്ല. ചെറുതും വലുതുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഫിസിക്കലായിട്ടുള്ളതാകാം, ഫിനാൻഷ്യലായിട്ടുള്ളതാകാം. സമരം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നു, ഇതിനെല്ലാത്തിനും പൈസ വേണ്ട. അപ്പോൾ അതിൻ്റെ ചെറിയൊരു, നമ്മളെ കൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ. പക്ഷേ എന്നാലും നമുക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് രാവിലെ വന്നത്. ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ഡിഫറെൻ്റ് എന്നുള്ളതല്ല, അവൾക്കൊരു സമ്മാനം മേടിച്ചു കൊടുക്കുന്നതിനേക്കാട്ടിൽ, കാരണം കഴിഞ്ഞ ദിവസം TV-യിൽ ഒരു മോളെ തോളത്തിട്ടുകൊണ്ട് ഒരു ചേച്ചി ഒരു മോൾക്ക് പാല് മേടിക്കാൻ ഫുഡില്ല. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേക്കിന് അതൊക്കെ മറന്നുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ഇതിനെക്കാട്ടിലും അവർക്കാണ് ഒരു അത്യാവശ്യം വേണ്ടത്. അപ്പോൾ അതിനൊരു സഹായം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് രാവിലെ ആകുമ്പോൾ തിരക്ക് കാണത്തില്ല, ഒന്ന് ചെന്ന് നമ്മുടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, തിരിച്ച് ജോലിക്ക് പോകുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് വന്നത്. മോളുടെ ജന്മദിന സമ്മാനം കൂടിയാണ് നൽകിയത്. വേണം, അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും വന്നതൊന്നും അല്ല. ഇവിടെ രാവിലെ ആകുമ്പോൾ തിരക്ക് കാണത്തില്ല, വന്നിട്ടങ്ങ് പോകാമല്ലോ എന്ന് ഓർത്ത് വന്നതാണ്. അന്നേരമാണ് ഇങ്ങനെ ഒരു എന്തായാലും ഈ സമരം അത് കൂടുതൽ ശക്തമാവുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പലതരം പിന്തുണകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ സമരത്തെ പിന്തുണയ്ക്കുന്നത് ഡോക്ടർ ഇവിടെ പറഞ്ഞതുപോലെ തികച്ചും ന്യായമായ ഒരു സമരമാണ്. ധാർമ്മികമായ പിന്തുണ പൊതുസമൂഹം നമുക്ക് നൽകുമെന്നുള്ള 100% വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ ഈ CPI അടക്കം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, സമരം ന്യായമാണ് എന്ന് പറഞ്ഞു. ഇനി ഒരു ചർച്ചയ്ക്ക്, അന്ന് 5ാം ദിവസം ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം പിന്നീട് ഒരു ചർച്ചയായിട്ട് നടന്നിട്ടില്ല. മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിച്ചാണല്ലോ ഇരിക്കുന്നത്. നമ്മുടെ മന്ത്രിസഭയല്ലേ, നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, നമ്മുടെ ആരോഗ്യമന്ത്രിയല്ലേ, അവരുടെ കീഴിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ആണല്ലോ സമരം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മുഖം തിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ പ്രതീക്ഷയുണ്ട്. സർക്കാർ പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഇത് കേന്ദ്ര ഫണ്ടാണ് എന്ന് പറയുന്നു, പിന്നെ 21,000 രൂപ ഒന്നിച്ച് ഇത്രയും പൈസ വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് സർക്കാർ ചർച്ച ചെയ്യട്ടെ, എത്ര വരെ പോകാൻ പറ്റുമെന്നുള്ളത് അവർ ചർച്ച ചെയ്യട്ടെ. കേന്ദ്ര ഫണ്ടാണെങ്കിലും ആശാവർക്കർമാർ പണിയെടുക്കുന്ന സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സംസ്ഥാന സർക്കാരിനോടല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി നമ്മുടെ സംഘടന സമരം നടത്താറുണ്ട്. പക്ഷേ കേന്ദ്രം തരേണ്ടുന്ന വിഹിതം ആശാവർക്കർമാർ പോയി ചോദിച്ച് വാങ്ങിക്കണമെന്ന് പറയുന്നതിനകത്തൊരു യുക്തിയില്ല. അതിനാണല്ലോ നമ്മളിപ്പം മന്ത്രിസഭ, അതിനകത്ത് പ്രത്യേകം മന്ത്രി, പാർലമെൻറ്റിൽ നമ്മൾ വേറെ ഒരാളെ, കേരളത്തിനെയും കേന്ദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് അലവൻസ് കൊടുത്ത് ഒരാളെ ഇരുത്തിയിട്ടുണ്ടല്ലോ. അതൊക്കെയാണല്ലോ അവരുടെ ജോലി. നമ്മൾ ആശാവർക്കർമാർ പോയി കേന്ദ്രം തരേണ്ടത് ചോദിച്ചു വാങ്ങിക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ സംഘടന എന്നുള്ള നിലയിൽ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. എന്തായാലും രാവും പകലും ഇവിടെ തന്നെയാണ് ഇവർ. ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കൊതുക് കടി കൊണ്ട് ഇതാക്കുന്നത്, ആ ഗുളിക കഴിക്കുകയാണ് ഒരു ചേച്ചി. അവരെ ഭക്ഷണം ഉപ്പുമാവും പഴവും കഴിച്ച് ഇതെങ്ങനെ ഇപ്പോ അസുഖങ്ങളൊക്കെ ഉണ്ടോ? BP, ഷുഗർ, കൊളസ്ട്രോള്,
തൈറോയിഡിൻ്റെ ആരംഭം അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനുള്ള രാവിലെ തൈറോയിഡിൻ്റെ കഴിച്ച് അത് കഴിച്ച് നടുവേദന, കാല് രണ്ടും തരിപ്പ് വേദന. ഇന്ന് ഞാൻ 14 ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ കിടക്കുന്നതും അവിടുത്തെ ആഹാരവും തന്നെ എല്ലാം. പിന്നെ വീട്ടിലും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ എത്രയും പെട്ടെന്ന് വന്ന് ഒരു ഒത്തുതീർപ്പായി ഒതിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയും കൂടെ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങളുടെ യൗവനവും ഞങ്ങളെ രക്തവും കളഞ്ഞത് അവർക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ കൊറോണ സമയത്ത് ഞങ്ങളെ മാലായെന്ന് വിളിച്ചിട്ട് ഇപ്പോഴും ഞങ്ങൾ അനാവശ്യക്കാരാണ്. അങ്ങനെ പറയാമോ? ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അങ്ങനെ പറയാമോ? എവിടെ ഡൽഹിയിൽ പോയി ആശമാരുടെ പേരും പറഞ്ഞാൽ സാറേ കോടാനുകോടി സംഭാവനകൾ വാങ്ങിക്കൊണ്ട് വരുന്നത്. ആ വന്നാൽ ഞങ്ങളെയാണ് ഇപ്പോഴും ഞങ്ങൾ അനാവശ്യ സമരത്തിനാണ് കിടക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഞങ്ങൾ അനാവശ്യ സമരക്കാരല്ല, ഞങ്ങളുടെ ആവശ്യമാണ് സാർ. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഞങ്ങൾ അതും കൊണ്ടേ പോകുള്ളൂ. ഞങ്ങൾക്ക് ഒരു പാർട്ടിയുടെ പിൻബലവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഈ കഷ്ടത കണ്ട് വന്ന് ഞങ്ങൾക്ക് പിന്താങ്ങി സഹായിക്കുന്നവരേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇതിൽ പല പാർട്ടിക്കാരും ഉണ്ട്. ഞങ്ങളുടെ ആശാന്മാരില്ല. യഥാർത്ഥത്തിൽ ഇതിൽ ഞങ്ങൾ 3000 ആൾക്കാരുണ്ട്. 30,000 ആശാന്മാരുണ്ട്. ഇവിടെ പാറശാല മുതൽ കാസർഗോഡ് വരെ 30,000 ആശാന്മാരുണ്ട്. ഈ 30,000 ആശാന്മാരും പലരും പല പാർട്ടിക്കാരാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ 99% ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ ഒരു പാർട്ടിയെ ഞങ്ങൾ തള്ളി ഉന്തി കൊണ്ടുവന്നതല്ല സാർ. ഞങ്ങളെ ഒരു പാർട്ടിയും തള്ളിക്കൊണ്ടുവന്നില്ല. ഞങ്ങളുടെ സ്വയം ഞങ്ങൾക്ക് അവകാശപ്പെട്ടത്, ഞങ്ങളുടെ അവകാശം, ഞങ്ങൾ വെയിലത്ത് കിടന്ന് അധ്വാനിക്കുന്ന, മഴയത്തും അധ്വാനിക്കുന്നതിൻ്റെ അവകാശം മാത്രമേ ഞങ്ങൾ ചോദിച്ചു. 3 മാസത്തെ കുടിശ്ശിക എന്നാലും 1 മാസത്തെ 7000 രൂപയെ തന്നുള്ളൂ. ഇനിയും വിജയിച്ചേ പോകുള്ളൂ. ഇനി എന്ത് വന്നാലും ഒന്നിൽ ഇവിടുന്ന് ബോഡിയായിട്ട് കൊണ്ടുപോകണം. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിജയിച്ച ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് കിട്ടണം. അല്ലാതെ പോകില്ല, അല്ലാതെ മാറും. ജിൽസി, ഇത് ഒരു അതിജീവന പോരാട്ടമായി തന്നെയാണ് ആശാ വർക്കർമാർ ഇതിനെ കാണുന്നത്. കാരണം അവർക്ക് വളരെ തുച്ഛമായ പണമാണ്. അതിനും പല മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുകയാണ്. ആ മാനദണ്ഡങ്ങൾ സർക്കാർ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഇത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടാണെങ്കിൽ കൂടി എത്ര ഇവർക്ക് ഓരോ മാസവും വേതനമായി നൽകാം എന്നുള്ളത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. അതുകൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ ഈ ഓരോ മാസവും പണം നൽകുന്നത്. അതിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യമുണ്ട്, ആരോഗ്യമന്ത്രി ഇടപെടണമെന്ന്. ഒരു ചർച്ച കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമാണ് ഈ ഇത്രയും നീട്ടിക്കൊണ്ടുപോയത് എന്ന വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. ജിൽസ്.